ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ദർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും അഡ്വാൻസ്ഡ് ലെവലിലും ഉള്ളതുമായ കുറച്ച് സ്ട്രക്ചേഴ്സാണ്. ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലും അതുപോലെ റിട്ടൺ ഇംഗ്ലീഷിലും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ദർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസസ്. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ദർ ഇസ് എ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ആ ടേബിളിൽ ഒരു ബുക്ക് ഉണ്ട്. ദർ ആർ ബുക്സ് ഓൺ ദ ടേബിൾ എന്നായാൽ ആ ടേബിളിൽ ബുക്സ് ഉണ്ട് എന്നായി. ഇതൊക്കെ നമ്മൾ ഒരുപാട് സെൻറ്റൻസസ് അതുപോലെ ദർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേൾക്കുന്നതാണ്. ദർ എന്നത് ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് അല്ല. അതിനെ നമുക്ക് ഒരു ഇൻട്രൊഡക്ടറി ദർ എന്ന് പറയാം. ദർ ആ സെൻറ്റൻസിൽ ചെയ്യുന്നത് ഒരു സെൻറ്റൻസിൽ ഒരു വസ്തുവിൻ്റെ എക്സിസ്റ്റൻസ് കാണിക്കുകയാണ് ദർ ചെയ്യുന്നത്. ദർ അവിടെ ഒരു റിയൽ സബ്ജക്റ്റ് അല്ല. ദർ ഇസ് എ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ബുക്ക് ആണ് അവിടെ റിയൽ സബ്ജക്റ്റ്. ദർ എന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇൻട്രൊഡക്ടറി ദർ ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേർഡാണ്. ആ സെൻറ്റൻസിൽ ആ ഒരു വസ്തുവിൻ്റെ ഒരു അസ്തിത്വം അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് അതിനെപ്പറ്റി പറയുന്നതാണ് ദർ എന്ന വാക്ക് ചെയ്യുന്നത്. ദർ നമുക്ക് ഒരു ഡമ്മി സബ്ജക്റ്റ് എന്ന് പറയാം. അതൊരു റിയൽ സബ്ജക്റ്റ് അല്ല. റിയൽ സബ്ജക്റ്റ് ദർ ഇസ് എ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ബുക്ക് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ദർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയുന്നത്. ഈസ് എന്ന വേർബ് എ ബുക്ക് എന്ന സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ദർ ആർ ബുക്സ് ഓൺ ദ ടേബിൾ എന്നല്ലേ പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് മാറി ബുക്സ് ആയി, ഒരു പ്ലൂരൽ സബ്ജക്റ്റായി. അപ്പോൾ ദർ ആർ ബുക്സ് ഓൺ ദ ടേബിൾ എന്നായി. ദർ എന്നത് ഒരു ഡമ്മി സബ്ജക്റ്റ് എന്ന് പറയാം നമുക്ക്. എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് അഡ്വാൻസ്ഡ് സ്ട്രക്ചേഴ്സാണ്. ഈ അഡ്വാൻസ്ഡ് സ്ട്രക്ചേഴ്സ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷിലും റിട്ടൺ ഇംഗ്ലീഷിലും ഒക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ദർ വിൽ ബി പ്ലസ് നൗൺ ഓർ പ്രോനൗൺ. ഇവിടെ ഇത്തരം ദർ വിൽ ബി പ്ലസ് നൗൺ ഓർ പ്രോനൗൺ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ആക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ഒരു സംഭവം ഉണ്ടാകും, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ എക്സിസ്റ്റൻസ്. അവിടെ ആക്ഷൻ ഒന്നും ഇല്ല. ദർ വിൽ ബി എ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകും. ദർ വിൽ ബി എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ ഉണ്ടാകും. ദർ വിൽ ബി എ മീറ്റിംഗ് ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞാലോ ഈവനിങ്ങിൽ ഒരു മീറ്റിംഗ് ഉണ്ടാകും. ദർ വിൽ ബി മ്യൂസിക് അറ്റ് ദ പാർട്ടി എന്ന് പറഞ്ഞാലോ പാർട്ടിയിൽ മ്യൂസിക് ഉണ്ടാകും. ദർ വിൽ ബി എ കൾച്ചറൽ പ്രോഗ്രാം ടുമാറോ, നാളെ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാകും. ദർ വിൽ ബി മെനി പീപ്പിൾ അറ്റ് ദ പാർട്ടി, പാർട്ടിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഇവിടെയൊക്കെ ദർ വിൽ ബി കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നൗണാണ്. ദർ വിൽ ബി മ്യൂസിക് എന്ന് പറയുമ്പോൾ മ്യൂസിക് ഒരു നൗണാണ്. ദർ വിൽ ബി എ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ മീറ്റിംഗ് എന്ന നൗണാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദർ വിൽ ബി എ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. അവിടെ പ്രോബ്ലം, ദർ വിൽ ബി പ്ലസ് നൗൺ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദർ വിൽ ബി 4 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം, ക്ലാസ്സിൽ 4 സ്റ്റുഡൻസ് ഉണ്ടാകും. ദർ വിൽ ബി ആൻ എക്സാം ടുമാറോ, നാളെ ഒരു എക്സാം ഉണ്ടാകും. അപ്പോൾ ദർ വിൽ ബി പ്ലസ് നൗൺ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്ട്രക്ചർ, ദർ ഈസ് ഗോയിങ് ടു ബി പ്ലസ് നൗൺ ഓർ പ്രോനൗൺ. ദർ ഈസ് ഗോയിങ് ടു ബി, ഇതിന് വളരെ സിമിലർ ആയിട്ടുള്ള മീനിങ് തന്നെയാണ്. ദർ വിൽ ബി പ്ലസ് നൗൺ ഓർ പ്രോനൗൺ ഉപയോഗിക്കുമ്പോഴും ഒരേ മീനിങ്ങിൽ തന്നെ ഇത് ഉപയോഗിക്കാം. 2 ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് എന്ന് മാത്രം. ദർ ഈസ് ഗോയിങ് ടു ബി എ പ്രോഗ്രാം ടുമാറോ, നാളെ ഒരു പ്രോഗ്രാം ഉണ്ടാകും, നാളെ ഒരു പ്രോഗ്രാം നടക്കും എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. ദർ ഈസ് ഗോയിങ് ടു ബി എ മീറ്റിംഗ് ഇൻ ദ ഈവനിങ്, ഇന്ന് ഈവനിങ്ങിൽ ഒരു മീറ്റിംഗ് ഉണ്ടാകും. ദർ ഈസ് ഗോയിങ് ടു ബി എ പാർട്ടി ടു നൈറ്റ്, ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ടാകും. ദർ ഈസ് ഗോയിങ് ടു ബി എന്ന് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ദർ വിൽ ബി എന്ന് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് അതിൻ്റെയും മീനിങ്. ദർ ഈസ് ഗോയിങ് ടു ബി എ ബസ് സ്ട്രൈക്ക്, ഒരു ബസ് സ്ട്രൈക്ക് ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ ഉണ്ടാകും. ദർ ഈസ് ഗോയിങ് ടു ബി എ ടഫ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ 2 പ്ലേയേഴ്സ്, 2 പ്ലേയേഴ്സും 2 കളിക്കാരും തമ്മിൽ നല്ല ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടാകാൻ പോകുന്നു.
അല്ലെങ്കിൽ ഉണ്ടാകും. ഇനി അടുത്ത സ്ട്രക്ചർ ദർ ഹാസ് ബീൻ ഓർ ദർ ഹാവ് ബീൻ പ്ലസ് നൗൺ ഓർ പ്രൊനൗൺ. ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ അത് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ട് അതിന്. ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് തുടങ്ങി അല്ലെങ്കിൽ കുറേ കാലം മുമ്പ് തുടങ്ങി ഇപ്പോഴും തുടരുന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങളില്ലേ, അതിനാണ് നമ്മൾ ഈ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഈ രണ്ട് കൺട്രീസും തമ്മിലുള്ള ഒരു ശത്രുത കുറേ കാലമായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഉണ്ട് അല്ലേ. ഇപ്പോഴും അത് തുടരുന്നു, കുറേ കാലം മുമ്പേ തുടങ്ങിയതാണ്. അപ്പോൾ ദർ ഹാസ് ബീൻ ആൻ enmity ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ദർ ഹാസ് ബീൻ എന്നതിൻ്റെ ഉപയോഗം മനസ്സിലായി. ഇത് കുറേ കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ഉണ്ട്, പ്രസൻറ്റ് ടൈമിലും അത് ഉണ്ട്. ദർ ഹാസ് ബീൻ എ ഡവറി സിസ്റ്റം ഇൻ ഇന്ത്യ ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് കാലങ്ങളായി ഡവറി സിസ്റ്റം, സ്ത്രീധന സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ട്. അത് തുടർന്നു പോകുന്നു, ഇപ്പോഴും അത് തുടരുന്നു. ദർ ഹാസ് ബീൻ. ഇനി നമ്മളവിടെ ദർ ഈസ് എന്നാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ ഉണ്ട് എന്ന മീനിങ് മാത്രമേ അത് വരുന്നുള്ളൂ. അതേസമയം ദർ ഹാസ് ബീൻ അല്ലെങ്കിൽ ദർ ഹാവ് ബീൻ ഉപയോഗിക്കുമ്പോൾ അത് പണ്ട് മുതലേ തുടങ്ങി അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് തുടങ്ങി ഇപ്പോഴും തുടരുന്നു എന്ന മീനിങ് വരും. ഇനി അടുത്തത് ദർ ഹാഡ് ബീൻ പ്ലസ് നൗൺ ഓർ പ്രൊനൗൺ. ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റിലെ കാര്യമാണ്. ദർ ഹാഡ് ബീൻ എന്നുപയോഗിക്കുന്നത് ദർ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് പോലെയല്ല. ദർ ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ അത് അവസാനിച്ചു. അതിന് ഒരു പെർട്ടിക്കുലർ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ അതില്ല, പ്രസൻറ്റ് ടൈമിൽ അതില്ല. പാസ്റ്റിൽ തുടങ്ങി കുറേ കാലം അത് തുടർന്നു, പിന്നെ പാസ്റ്റിൽ തന്നെ അത് അവസാനിച്ചു. അതിനാണ് നമ്മൾ ഹാഡ് ബീൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ കുറേ കാലം ബ്രിട്ടീഷ് റൂൾ ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ കുറേ കൊല്ലങ്ങൾ അതുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഈ ഹാഡ് ബീൻ ഉപയോഗിക്കാം. ദർ ഹാഡ് ബീൻ എ ഫോറിൻ റൂൾ ഇൻ ഇന്ത്യ ഫോർ മെനി ഇയേഴ്സ്. മനസ്സിലായില്ലേ? കാരണം ഇപ്പോഴതില്ല, പാസ്റ്റിൽ കുറേ കൊല്ലങ്ങൾ ഉണ്ടായിരുന്നു. ദർ ഹാഡ് ബീൻ എ ഫോറിൻ റൂൾ ഇൻ ഇന്ത്യ ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ ഹാഡ് ബീൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. ദർ ഹാഡ് ബീൻ എ പവർ കട്ട് സിൻസ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഈവനിങ് ടൈമാണ്. ഈവനിങ് ടൈമിൽ ഞാൻ പറയുകയാണ് രാവിലെ മുതൽ പവർ കട്ട് ഉണ്ടായിരുന്നു എന്ന്. അത് പവർ കട്ട് രാവിലെ മുതൽ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഒരു ആഫ്റ്റർനൂൺ ആയപ്പോഴേക്കും അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഹാഡ് ബീൻ ഉപയോഗിക്കാം. ദർ ഹാഡ് ബീൻ എ പവർ കട്ട് സിൻസ് മോർണിംഗ് എന്ന് പറയുമ്പോൾ മോർണിംഗ് മുതൽ പവർ കട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹാഡ് ബീൻ ഉപയോഗിക്കുന്നത്, പാസ്റ്റിൽ തന്നെ അവസാനിച്ചു. അപ്പോൾ ഇന്ന് പഠിച്ച ഈ അഡ്വാൻസ് സ്ട്രക്ചേഴ്സൊക്കെ വളരെ യൂസ്ഫുൾ അല്ലേ? ഇതൊക്കെ കുറേ സെൻറ്റൻസസ് ഇതുപോലെ പല ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് വെച്ച് ഉണ്ടാക്കി നോക്കുക. മാത്രമല്ല ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.